വഴക്ക് പറഞ്ഞു തീർക്കാനെന്ന വ്യാജേന സ്കൂളിലെത്തിയ ഭർത്താവ് ഭിന്നശേഷിക്കാരിയും അധ്യാപികയുമായ ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. സംഭവത്തിന് ശേഷം ഓടിപ്പോയ യുവാവിനെ മണിക്കൂറുകൾക്കകം പാറമ്പുഴയിൽ നിന്ന് ഏറ്റുമാനൂർ പോലീസ് പിടികൂടി. പാറമ്പുഴ സ്വദേശി ഡോണിയ ഡെന്നീസ് ആണ് ആക്രമണത്തിന് ഇരയായത്. ഇവരെ തൊള്ളകത്തി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭർത്താവ് പാറമ്പുഴ മുരിങ്ങോത്തുപറമ്പിൽ കൊച്ചുമോനാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 പേരൂർ സൗത്ത് പൂവത്തുംമൂട് ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു സംഭവം. കുടുംബ വഴക്കിനെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും വിവാഹമോചന കേസ് കോടതിയുടെ പരിഗണനയിലാണെന്നും പോലീസ് പറഞ്ഞു. ഇടയ്ക്കിടെ ഡോണിയെ കാണാൻ കൊച്ചുമോൻ സ്കൂളിൽ വരാനുള്ളതിനാൽ ഇന്നലെ വന്നപ്പോഴും സഹപ്രവർത്തകർക്ക് സംശയം തോന്നിയില്ല. ക്ലാസ്സിലായിരുന്ന ഡോണിയെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയ കൊച്ചുമോൻ അവിടെ വെച്ച് വഴക്കിട്ടു. തുടർന്ന് കയ്യിൽ ഒളിപ്പിച്ച കറിക്കത്തി കൊണ്ട് കൈ തറത്തു. യുവതി പിന്നിലേക്ക് മാറിയതിനാൽ ആഴത്തിലുള്ള മുറിവുണ്ടായില്ല. നിലവിളി കേട്ട് ഓടിയെത്തിയ സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. യുവതി അപകടനില തരണം ചെയ്തെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ബഹളം കേട്ട് കുട്ടികൾ പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ചെങ്കിലും അധ്യാപകർ ചേർന്ന് വാതിലടച്ച് കുട്ടികളെ സുരക്ഷിതരാക്കി. സംഭവം അറിഞ്ഞെത്തിയ മാതാപിതാക്കൾ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോയതോടെ സ്കൂൾ ഉച്ചയോടെ അടച്ചു. ഏറ്റുമാനിലെ ഒരു വനിതാ ഹോസ്റ്റലിലാണ് ഡോണിയെ താമസിച്ചിരുന്നത്. ദമ്പതികൾക്ക് 8 വയസ്സുള്ള കുട്ടിയുണ്ട്. കുട്ടി കൊച്ചുമോനൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. ഏറ്റുമാനൂർ SHO K ശ്യാമിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ലൈഫ് മലയാളം, കോട്ടയം.